എല്ലാ മതങ്ങൾക്കും ഒരു സ്ഥാപകൻ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. എന്നാൽ ഹിന്ദുമതത്തിന് ഒരു സ്ഥാപകനില്ല. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുമതം സനാതനമായത്, മറ്റൊരർത്ഥത്തിൽ പുരാതനം. ഋഷികൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ വന്നിരുന്ന ശബ്ദം, വേദത്തെക്കുറിച്ചും വളരെ കൃത്യമായ നിർവചനം. രജനീകാന്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഇത്രയധികം ചർച്ചകളും വിവാദങ്ങളും നടക്കുന്ന കാലത്ത് സ്റ്റാലിന്റെ നാട്ടുകാരൻ കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. ഹിന്ദുമതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന ഒരു താരമാണ് രജനീകാന്ത് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. തന്റെ വിശ്വാസങ്ങളെപ്പറ്റി തുറന്നു പറയാൻ ഒരു തരത്തിലുള്ള മടിയും ഒരു കാലത്തും അദ്ദേഹം കാണിക്കാറില്ല. ആത്മീയതയോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടും ഉണ്ട്. സനാതന ധർമ്മത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതിനാൽ തന്നെ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ നിരന്തരം അധിക്ഷേപിക്കുന്നു എന്നും പരാതിയുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിലും താരം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ സനാതന ധർമ്മത്തെപ്പറ്റി വിശദീകരിക്കുന്ന രജനീകാന്തിന്റെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ലാൽ സലാം എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് ഹിന്ദുമതത്തെപ്പറ്റി അദ്ദേഹം വാചാലനായത്. ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൈനമതം, ബുദ്ധമതം എന്നിങ്ങനെ എല്ലാ മതത്തിനും ഒരു സ്ഥാപകനുണ്ട്. ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ, അവരാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്നാൽ ഹിന്ദുമതത്തിന് മാത്രം ഒരു സ്ഥാപകനില്ല. അത് സനാതനമാണ്, അതായത് പുരാതനം. ഋഷികൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ വന്നിരുന്ന ശബ്ദം, അതാണ് വേദം. ബ്രഹ്മത്തിനായി പ്രകൃതിയെ നിർമ്മിച്ചു, പ്രകൃതിക്കായി മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാം തിരിച്ചറിയാൻ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, അവന് ബുദ്ധിയും കൊടുത്തു. വേദങ്ങൾ പഠിച്ചെടുക്കുക നിസ്സാരമല്ല. വേദങ്ങൾ പഠിച്ചവർക്കാകട്ടെ അത് അതേപോലെ പറഞ്ഞു മനസ്സിലാക്കി നൽകാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ വേദങ്ങളെ ലളിതമാക്കി അതിന്റെ സത്തയെ പ്രദാനം ചെയ്യുന്നതിന് ഉപനിഷത്തുകൾ തയ്യാറാക്കി. അതിലെല്ലാം പറയുന്നത് ഒന്ന് തന്നെ, തത്വമസി. അത് നീയാകുന്നു, ഈ ലോകം നീയാകുന്നു, ദൈവം നീയാകുന്നു, എല്ലാം നീയാകുന്നു. ഉപനിഷത്തുകളും നിസ്സാരമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാൽ അതിനെയും ലളിതമാക്കി. അതാണ് ഭഗവത്ഗീത. പരമാത്മാവ് ജീവാത്മാവിനോട് സംസാരിക്കുന്നതാണ് ഭഗവത്ഗീത. മതങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ നന്മയ്ക്കാണ്. പല മതങ്ങൾ വന്നു പോയി, എന്നാൽ നീതിയും സത്യവും സത്യസന്ധതയുമുള്ള മതങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കും, രജനീകാന്ത് പറഞ്ഞു. നമുക്കറിയാം, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അതിന് പ്രതികരണവുമായി അദ്ദേഹത്തിന്റെ മകൾ ഐശ്വര്യ രംഗത്ത് വന്നിരുന്നു. അച്ഛൻ സംഘിയല്ല, എന്നാൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈ രീതിയിലായിരുന്നു ഐശ്വര്യയുടെ പ്രതികരണം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയതിൽ രാഷ്ട്രീയമില്ല എന്ന് നടൻ രജനീകാന്ത് പറഞ്ഞിരുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായാണ് ചടങ്ങിനെത്തിയത്, അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. രാംലല്ലയെ ആദ്യം ദർശിച്ച 150 പേരിൽ ഒരാളാണ് താൻ എന്നതിൽ സന്തോഷമുണ്ട് എന്നും രജനീകാന്ത് പറഞ്ഞിരുന്നു. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ ചെന്നൈയിൽ എത്തിയപ്പോഴായിരുന്നു രജനീകാന്തിന്റെ ഈ പ്രതികരണമുണ്ടായത്. മഹത്തായ ദർശനം ലഭിച്ചു. രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ രാംലല്ലയെ ആദ്യം ദർശിച്ച 150 പേരിൽ ഒരാളാണ് ഞാൻ എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് വിശ്വാസമാണ്, രാഷ്ട്രീയമല്ല. ഒരു കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും. അത് സ്വന്തം അഭിപ്രായവുമായി എപ്പോഴും യോജിക്കണമെന്നില്ല എന്നായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം. എന്നാൽ എല്ലാ വർഷവും താൻ ഇനി അയോധ്യ സന്ദർശിക്കുമെന്നും നേരത്തെ താരം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.